ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിറിനോൾ ബൈജു. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദത്തിലൂടെ എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി മലബന്ധം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം വരുന്നതിന് മുൻപും ഇപ്പോഴും പഴയ തലമുറയിൽപ്പെട്ടവർ അതിന് പരിഹാരമായി ഉപയോഗിച്ചിരുന്നത് ചെറുപഴമാണ്. ചെറുപഴങ്ങളിൽ ഒരു പഴത്തിന് മാത്രമേ ഗുണമുള്ളൂ. ആ പഴം ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായി നിലനിൽക്കണമെങ്കിൽ പോഷണമുള്ള ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത്. അതിന് ശരീരം 3 കാര്യങ്ങളിലൂടെയാണ് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. 1 വിയർപ്പ്, രണ്ടാമത്തേത് യൂറിൻ പാസ് ചെയ്യുക, 3 മലവിസർജനം നടത്തുക. വിയർക്കുകയും യൂറിൻ പാസ് ചെയ്യുകയും ഒക്കെ സാധാരണമായി നടക്കും. എന്നാൽ കുട്ടികളിലും പ്രായമായവരിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് മലവിസർജനം ശരിയായി നടക്കുന്നില്ല എന്നുള്ളത്. ആദ്യം ഇത് ചെറിയ ഒരു പ്രശ്നമാണെങ്കിലും പിന്നീട് അത് വലിയ പ്രശ്നമായി മാറും. അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളും ഇതുമൂലം ശരീരത്തിൽ ആരംഭിക്കാനും കാരണമാകും. വിയർക്കാൻ എക്സർസൈസിൽ കൂടിയും ജോലി ചെയ്യുന്നതിലൂടെയൊക്കെ സാധിക്കും. കൂടുതൽ വെള്ളം കുടിച്ചാൽ യൂറിൻ കൂടുതലായി പോകും. എന്നാൽ മലവിസർജനത്തിന്റെ കാര്യം അങ്ങനെയല്ല. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ മലം കൂടുതലായി പോകത്തില്ല. മലബന്ധം ആദ്യം ഒരു അവസ്ഥയായി രൂപപ്പെടുമെങ്കിലും പിന്നീട് അത് വലിയ ഒരു പ്രോബ്ലമായി മാറും. 2-3 ദിവസം കൂടുമ്പോൾ മലവിസർജനം നടത്തുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭാവിയിൽ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് പ്രതിവിധിയായി പലരും പലതും പറയുമെങ്കിലും യാതൊരു മെഡിസിനും കഴിക്കാതെ ശരിയായി മലവിസർജനം നടത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ചെറുപഴം കഴിക്കുക എന്നുള്ളതാണ്. ചെറുപഴം എന്നാൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്നത് പാളയൻകോടൻ പഴം തന്നെയാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് പാളയൻകോടൻ വാഴയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. മലം അയഞ്ഞു പോകുന്നവർക്ക് പൂവമ്പഴം കഴിച്ചാൽ മലം മുറുകുന്നതായിരിക്കും. പാളയൻകോടൻ വാഴയുടെ ചുണ്ട്, പിണ്ടി മുതലായവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ചുണ്ട് കറി വെച്ച് കൂട്ടിയാൽ ആമാശയത്തിൽ അടിഞ്ഞുകൂടുന്ന കല്ല്, തലമുടി, മറ്റു ദഹിക്കാത്ത സാധനങ്ങൾ എല്ലാം പുറന്തള്ളാൻ സഹായിക്കും. പിണ്ടിയും തോരൻ വെച്ച് കഴിക്കാം. കൂടാതെ പിണ്ടിയുടെ നീര് കുടിച്ചാൽ യൂറിനൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കിഡ്നി സ്റ്റോൺ മാറുന്നതിനും നല്ലതാണ്. സാധാരണ മലബന്ധമുള്ള ആളുകൾ കിടക്കുന്നതിന് മുമ്പ് 2 പാളയൻകോടൻ പഴം കഴിച്ചാൽ മതി. എന്നാൽ മലബന്ധം മൂലം വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാർ ദിവസം 3 നേരം, അതായത് ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പാളയൻകോടൻ പഴം വീതം കഴിക്കുക. എന്നാലേ ശരിയായ പ്രയോജനം കിട്ടത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.